നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എത്ര കാലം കാത്തിരിക്കണം എനിക്ക് നിന്നെ എന്റേതാക്കാൻ? ഒരുപാട് കാലമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം നടക്കും. ഒരു വിവാഹത്തിലേക്ക് കാത്തിരിക്കണം നമ്മള്. അതിനു മുമ്പേ ലിവിങ് ടൂതറായിട്ടിരുന്നൂടെ? എന്നെ വിശ്വാസമില്ല നിനക്ക്? വിശ്വാസമുണ്ട്, നല്ല വിശ്വാസമുണ്ട് വിവേകിന്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും താമസിക്കേണ്ട വിവേക്. അമിതമായ പരിശുദ്ധി കാണിക്കുകയൊന്നുമല്ല, വിവാഹത്തിൽ വലിയ വിശ്വാസം ഉണ്ടായിട്ടുമല്ല. എന്നാലും വേണ്ട, അമ്മയെ പോലെ മോശപ്പെട്ടൊരു ജീവിതമായി പോവത്. എനിക്ക് കൃത്യമായ തീരുമാനങ്ങളുണ്ട്, അത് നടപ്പാക്കും. അതിനുശേഷം മാത്രം നിന്റേതാകും ഞാൻ. ഞാൻ പോവാ, പിന്നെ വരാം. നാശം. എന്നിലേക്ക് അടുപ്പിക്കാൻ നോക്കുമ്പം അവളങ്ങ് അകലും. ഒരു തവണ എന്റെ കൈ കെട്ടിയാൽ മതി. പിന്നെ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. എന്താ അഞ്ജലി, എന്റെ കൈ വേദനിക്കുന്നു. ഓ, പിന്നെ ഒരു വേദന. അതെ, ഞാനൊരു കാര്യം പറയാനാ നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്. എന്ത് കാര്യം? നീ പറഞ്ഞല്ലോ ഒരു മെഗാ പ്ലാനിന്റെ കാര്യം. അതുപോലൊരു അവസരം വന്നിട്ടുണ്ട്. നീ അത് യൂട്ടിലൈസ് ചെയ്യണം. എന്താന്ന് വെച്ചാ പറ അഞ്ജലി. ശരണ്യ ഇവിടെ ഇല്ലല്ലോ, നന്ദൻ മുറിയിൽ ഒറ്റയ്ക്ക. അതിന് നീ ഇപ്പൊ നന്ദന്റെ മുറിയിലേക്ക് ചെല്ല്. എന്തിന്? അവനുമായിട്ട് അടുക്കാൻ പറ്റിയൊരു അവസരമാ. നീ നിന്റെ ഇഷ്ടമല്ല അവനോട് തുറന്ന് സംസാരിക്കണം. അയ്യേ, അത് മോശമല്ലേ? എന്ത് മോശം? നീ തുറന്ന് സംസാരിക്കണം. എന്നാലും അത് എന്റെ ദിയെ, ഇതൊരു അവസരമാ. സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ സമയം. എങ്ങനെയോ ആ ശരണ്യ വരുന്നതിന് മുമ്പ് നന്ദന്റെ മനസ്സിലേക്ക് കേറാൻ നോക്ക്. ചെല്ല്, ചെല്ലങ്ങോട്ട്. നന്ദൻ കുറച്ച് ദേഷ്യത്തിലായതുകൊണ്ട് ഇപ്പൊ ഞാൻ കയറി ചെന്നാ ഉറപ്പായും എന്നോട് ദേഷ്യപ്പെടും. സാരമില്ല, ഈ അവസരം പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ഇനി ഇങ്ങനൊരു അവസരം ലഭിക്കില്ല. നന്ദൻ ദേഷ്യപ്പെട്ടാലും ഇനി തല്ലിയാലും കുഴപ്പമില്ല. ദിയയ്ക്ക് തോൽക്കാൻ മനസ്സില്ല. ശരണ്യയുടെ വീട്ടുകാര് ചെയ്ത തെറ്റ് അത് നമ്മൾ ചുമക്കേണ്ട കാര്യമുണ്ടോ? അവര് തെറ്റ് ചെയ്തിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. നമ്മള് നന്ദ, ഈ റൂമിലേക്ക് കയറുമ്പോ നന്ദൻ എന്നോട് ദേഷ്യപ്പെടുമെന്നും ചിലപ്പോ തല്ലി ഇറക്കുമെന്നും എനിക്കറിയാം. പക്ഷെ നന്ദന്റെ ഈ അവസ്ഥയില് നന്ദനെ എനിക്ക് വന്നൊന്ന് കാണണമെന്ന് തോന്നി. എനിക്കറിയാം നന്ദനാകെ വിഷമിച്ചിരിക്കുകയാണെന്നും
തകർന്ന ഒരവസ്ഥയിലാണെന്നും. ദിയ, നിന്റെ അടുത്ത് ദേഷ്യപ്പെടാനോ നിന്നെ തല്ലാനോ ഒന്നും എനിക്കൊരു താല്പര്യമില്ല. അങ്ങനൊരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം. ഞാൻ പോയിക്കോളാം നന്ദ. നന്ദനെ ഞാൻ ഒരിക്കലും ശല്യപ്പെടുത്തില്ല. നന്ദന്റെ മനസ്സ് വിഷമിക്കുമ്പോ എന്റെ മനസ്സ് കൂടിയാ വിഷമിക്കുന്നത്. നന്ദന് വേണ്ടി എന്റെ ത്യാഗവും ഞാൻ ചെയ്യും. നിന്നെ മോശക്കാരിയാക്കാനൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്റെ അവസ്ഥ എനിക്കറിയാം എന്റെ നന്ദന്റെ മനസ്സ്. നന്ദൻ അറിയാവും. നന്ദൻ എനിക്ക് കിട്ടില്ല എന്ന് ബോധ്യമായപ്പോ, നന്ദന്റെ വിവാഹം തീരുമാനിച്ചപ്പോ ഞാൻ സൂയിസൈഡിനെ പറ്റി വരെ ആലോചിച്ചതാ. ആകെ തകർന്ന അവസ്ഥയിലിരുന്ന എന്റെ അച്ഛൻ മനസ്സിലാക്കി, എന്നെ സമാധാനിപ്പിച്ചു. ഏത് വിധേനയും നന്ദനെ നിനക്ക് സ്വന്തമാക്കാൻ ഞാൻ കൂട്ടു നിൽക്കാന്ന് വരെ എന്റെ അച്ഛൻ പറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞത് എന്താന്നറിയോ? എന്റെ നന്ദന്റെ സന്തോഷം എന്റെ സന്തോഷം എന്ന്. ഇപ്പൊ നന്ദൻ എന്റേതായാലും അത് നന്ദൻ സന്തോഷത്തോടെ ഇരിക്കുമ്പോ മാത്രം മതിയെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ദിയ, തന്റെ മനസ്സിൽ ഇത്രയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ മനസ്സ് ആർക്കും അറിയില്ലായിരുന്നു നന്ദ. ആർക്കും ഞാൻ പിടികൊടുത്തിട്ടില്ല എന്നതാ സത്യം. നന്ദൻ അറിയോ, കോളേജിൽ വെച്ച് ഞാൻ ഭയങ്കര റിസർവ്ഡ് ആയിരുന്നു. അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതം. നന്ദൻ എന്നെ ഒരു ദിവസം കോളേജിൽ ഡ്രോപ്പ് ചെയ്തിരുന്നു. ഓർമ്മയുണ്ടോ നന്ദന്? അന്ന് നന്ദൻ എന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തത് ബൈക്കിലായിരുന്നു. നന്ദനെ കണ്ട എന്റെ കൂട്ടുകാരികള് അന്ന് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? എടി, ഈ ചെറുക്കനെ വിട്ടുകളയല്ലേ, പ്രേമിച്ചോളാൻ. ശരിക്കും അന്ന് മുതലാ നന്ദനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയത്. പിന്നീട് നന്ദനെ സ്വപ്നം കാണാത്ത ദിവസങ്ങളില്ലായിരുന്നു. നന്ദനുമായി സംസാരിക്കുന്നത്, നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്, ഒരുമിച്ച് ജീവിക്കുന്നത്, അങ്ങനെ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ. അങ്ങനെയുള്ള എനിക്ക് എന്റെ നന്ദനെ നഷ്ടപ്പെടുമ്പോ ഞാൻ കരയില്ലേ? തകർന്നു പോവില്ലേ നന്ദ? ദിയ, നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് എന്ത് പ്രയോജനം? എനിക്കിപ്പോ മറ്റൊരു ജീവിതമുണ്ട്. മറ്റൊരു പെൺകുട്ടി എന്റെ ഭാര്യയാണ്. ദിയ, ഇനി എന്റെ അടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. സോറി നന്ദൻ, സോറി. ഞാനൊരു നിമിഷം ആ പഴയ ദിയായിപ്പോയി. സോറി. ദിയ, ഞാനെന്നും എന്റെ നല്ലൊരു ഫ്രണ്ടായിരിക്കും. നല്ലൊരു നന്ദൻ അങ്ങനെ ഇനിയും പറയണ്ട. നന്ദൻ എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് വെറുതെ സങ്കല്പിക്കാമല്ലോ. വെറുതെ. അതിനുള്ള അവകാശമെങ്കിലും നന്ദൻ എനിക്ക് തരണം. പ്ലീസ്. ദിയ, ഞാൻ വേണ്ട, പറയണ്ട. ഐ നോ ഐ വിൽ നെവർ ക്രോസ് ദ ലിമിറ്റ്. അത്രയ്ക്ക് ഇഷ്ടം എന്റെ നന്ദന്.